തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത നാശം വിതച്ച് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ ചെന്നൈയിൽ 4 പേർ മരിച്ചു. കടലൂർ, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുകയാണ്. 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതുച്ചേരിയിൽ വീട് തകർന്നവരെയും വെള്ളക്കെട്ട് ബാധിതരെയും മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. സ്വകാര്യ സ്കൂൾ, കോളേജ് കെട്ടിടങ്ങൾ ക്യാമ്പാക്കി മാറ്റാൻ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആന്ധ്രയിലും കനത്ത മഴ തുടരുന്നു. ഇതിനിടയിൽ ചെന്നൈയിൽ നിന്നും എയർപോർട്ടിൽ നിന്നുമുള്ള ഫ്ലൈയിങ് ഓപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ AP നദീറ നമുക്കൊപ്പം ചേരുന്നു. AP നദീറ, ഇപ്പോൾ പുതുച്ചേരിയിലും ചെന്നൈയിലും കാരക്കലുമൊക്കെ എന്താണ് അവസ്ഥ? വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ നഷ്ടമുണ്ടാക്കിയോ ഫെയ്ഞ്ചൽ? ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഇപ്പോഴും കടന്നുപോയ വഴികളൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത് കരതൊട്ട ഭാഗത്ത് തന്നെയാണ് ഏറ്റവും അധികം മഴ പെയ്യുന്നു എന്ന റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് പുതുച്ചേരിയിലും കടലൂരിലും കാരിക്കലിലും മഹാബലിപുരത്തും വിഴുപ്പുറത്തുമൊക്കെയാണ് നല്ല മഴ ഇപ്പോഴും ലഭിക്കുന്നത്. ചെറിയ കാറ്റും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ഉള്ള അത്ര വേഗത കാറ്റിനില്ല, പക്ഷേ അത് കുറഞ്ഞു വരുന്നുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. മഴയ്ക്കും ചെറിയ തോതിലുള്ള കുറവുണ്ട് എന്നല്ലാതെ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലുമൊക്കെ നല്ല വെള്ളക്കെട്ടും അനുഭവപ്പെടുകയാണ്. പലയിടങ്ങളിലും വീടുകൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണിപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിട്ടിരിക്കുന്നത്. പുതുച്ചേരിയിലെ അതുപോലെ കാരിക്കലിലെ എല്ലാം തന്നെ ഈ സ്കൂളുകളും, സ്വകാര്യ സ്കൂളുകളും സർക്കാർ സ്കൂളുകളും ഒക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. അവരെയെല്ലാം അങ്ങോട്ട് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ നടക്കും. വെള്ളക്കെട്ട് ഇല്ലാതാക്കാൻ മോട്ടോറിൻ്റെ സഹായത്തോടെ, യന്ത്രങ്ങളുടെ സഹായത്തോടെ വെള്ളം വറ്റിച്ചെടുക്കുന്ന പ്രവർത്തനത്തിലേക്കും വൈകാതെ കടക്കുമെന്ന് പുതുച്ചേരി മുഖ്യമന്ത്രി N. രംഗസ്വാമി അറിയിച്ചിട്ടുണ്ട്. കാരണം ആകെ വെള്ളക്കെട്ടാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത്. അതാണ് ഏറ്റവും ദുരിതം വിതയ്ക്കുന്നത്. ചെന്നൈയുടെ അത്ര മുൻകരുതൽ നടപടികൾ പുതുച്ചേരിയിൽ ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ആളുകളുടെ പൊതുവെ ഈ ജനജീവിതം ദുസ്സഹമായ അവസ്ഥയാണുള്ളത്. പലയിടത്തും ഇപ്പോൾ വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുന്നു. ടെലിഫോൺ ബന്ധം, ഇന്റർനെറ്റ് ഒക്കെ തകരാറിലായിരിക്കുന്ന അവസ്ഥയാണ് പുതുച്ചേരിയിലാകമാനം ഉള്ളത്. ഇത് വൈകാതെ ശരിയാക്കും, പ്രശ്നങ്ങൾ തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്രാ തീരത്തേക്ക് കടന്നു കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ആകമാനം മഴ ലഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ആന്ധ്രാ തീരത്തുമൊക്കെ മഴ ലഭിക്കും. വിശാഖപട്ടണത്തും അതുപോലെ മംഗലൂരുവിലുമൊക്കെ വലിയ തിരമാലകൾ രൂപപ്പെട്ടു വരുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ഒരു തീവ്ര ന്യൂനമർദ്ദം അതിൻ്റെ തീവ്രത കുറഞ്ഞ് ബലം കുറഞ്ഞ് ചെറിയ കാറ്റും മഴയും ഒക്കെ ആയി മാറുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും ഇത് നാശം വിതച്ചുകൊണ്ട് ആൾനാശമൊന്നും ഇല്ല. 4 മരണം ഇന്നലെ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതുവരെ മറ്റിടങ്ങളിൽ നിന്നൊന്നും മരണങ്ങളൊന്നും, ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ വീടുകൾക്ക് തകർച്ചയും, മരങ്ങൾ കടപുഴകി വീഴുന്നു, വൈദ്യുതി പോസ്റ്റുകൾ നിലംപതിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങളുമായാണ് ഈ മഴയുടെ തീവ്രത നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ചെന്നൈയിൽ വലിയ പ്രശ്നങ്ങളില്ല, പക്ഷേ ചെങ്കൽപ്പേട്ട് പോലുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചെന്നൈയിലെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടു കൂടി സർക്കാരിനും സംവിധാനങ്ങൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ നദീറ, നമുക്ക് നോക്കാം. തീവ്ര ന്യൂനമർദ്ദമായി മാറി എന്നാണ് നദീറ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആന്ധ്രാ തീരത്തേക്ക് അത് പോകും. അതുവഴി വടക്ക് പടിഞ്ഞാറോട്ടാണ് കാറ്റിൻ്റെ ഗതി ഇപ്പോഴുള്ളത്. കേരളത്തിൽ അതിനെ തുടർന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ഓറഞ്ച് അലർട്ടുണ്ട് 7 ജില്ലകളിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വടക്കൻ കേരളത്തിലാണ് കൂടുതലും മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്നും പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്. ഇന്നൊക്കെ കൊച്ചിയിൽ പലയിടങ്ങളിലും നല്ല കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് മഴ പ്രതീക്ഷിക്കണം. 2-3 ദിവസം, 5 ദിവസം വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അപ്പോൾ ഫെയ്ഞ്ചൽ നാശം വിതച്ച് ചെന്നൈയും പുതുച്ചേരിയും തൊട്ട് ആന്ധ്രാ തീരത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. 13 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ.